ഹലോ, ഇന്ന് നമ്മൾ സെലക്ഷൻ പ്രോസസ്സിലെ 5th സ്റ്റെപ്പായ ഇൻ്റർവ്യൂ എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫേസ് ടു ഫേസ് ടോക്ക് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് അപ്ലിക്കൻറ്റ്. ഇറ്റ് ഈസ് ആൻ ഓറൽ, ഒബ്സർവേഷണൽ ആൻഡ് പേഴ്സണൽ അപ്രൈസൽ മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ അപ്ലിക്കൻറ്റ്. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഫേസ് ടു ഫേസ് ടോക്കാണ്. അപ്ലിക്കൻറ്റും അതേപോലെ എംപ്ലോയറും തമ്മിൽ നടത്തുന്ന ഒരു ഫേസ് ടു ഫേസ് ടോക്കാണ്. ഫൈനൽ സെലക്ഷനിൽ ഈ ഇൻ്റർവ്യൂ എന്നുള്ളത് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാൻഡിഡേറ്റിൻ്റെ ഫൈനൽ സെലക്ഷൻ ഇൻ്റർവ്യൂവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മാനേജേഴ്സ് നടത്തുന്നത് എന്നർത്ഥം. ഇതുവഴി എംപ്ലോയിയുടെ പേഴ്സണാലിറ്റി, മാനേഴ്സ്, ജനറൽ ട്രേറ്റ്സ് ഇത്തരം കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ എംപ്ലോയർക്ക് കഴിയുന്നു. ഇറ്റ് ഈസ് ആൻ ഓറൽ, ഒബ്സർവേഷണൽ ആൻഡ് പേഴ്സണൽ അപ്രൈസൽ മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ അപ്ലിക്കൻറ്റ്. ഒബ്സർവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സംസാരത്തിലൂടെ ഒരു അപ്ലിക്കൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഇൻ്റർവ്യൂവിൽ ചെയ്യുന്നത്. ഇനി എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ പല തരത്തിലുള്ളതുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ ആണ്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഫോർമൽ ഇൻ്റർവ്യൂ ആണ്. ഇറ്റ് ഈസ് ഹെൽഡ് ഇൻ എ ഫോർമൽ അറ്റ്മോസ്ഫിയർ. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഇൻ എ ചേംബർ ഓഫ് general manager or personal manager. Candidates are informed about interview in advance. The place and date of interview are shown in interview card. ഫസ്റ്റ് ടൈപ്പ് ഫോർമൽ ഇൻ്റർവ്യൂ എന്നുള്ളതാണ്. ഒരു ഫോർമൽ അറ്റ്മോസ്ഫിയറിൽ കണ്ടക്റ്റ് ചെയ്യുന്ന ഇൻ്റർവ്യൂ ആണ് ഫോർമൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇത് ഒന്നുകിൽ പേഴ്സണൽ മാനേജറുടെയോ അല്ലെങ്കിൽ ജനറൽ മാനേജറുടെയോ ഒക്കെ ചേംബറിൽ വെച്ചായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂവിൻ്റെ പ്ലേസ്, ഡേറ്റ് ഇതെല്ലാം മുൻകൂട്ടി ഇൻഫോം ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സിന് ഇത്തരം ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് കഴിയും. അവർക്ക് മുൻകൂട്ടി ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. സോ ദേ വിൽ ഗെറ്റ് സഫിഷ്യൻറ്റ് ടൈം ടു പ്രിപ്പയർ ഫോർ ഇൻ്റർവ്യൂ. നെക്സ്റ്റ് ഇൻഫോർമൽ ഇൻ്റർവ്യൂ ആണ് രണ്ടാമത്തെ ടൈപ്പ്. ഇറ്റ് ഈസ് എൻ ഓറൽ ഇൻ്റർവ്യൂ. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് അറ്റ് എനി പ്ലേസ്. ദർ ഈസ് നോ ഫോർമൽ പ്ലേസ്. ഇൻഫോർമൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഫോർമൽ പ്ലേസിൽ കണ്ടക്റ്റ് ചെയ്യുന്ന ഇൻ്റർവ്യൂ അല്ല. ഇത് ജസ്റ്റ് ഒരു ഓറൽ ഇൻ്റർവ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്ലാൻഡ് ഇൻ്റർവ്യൂ ആണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് എ പ്ലാൻഡ് ഇൻ്റർവ്യൂ. പ്രത്യേകിച്ച് ഏത് പ്ലേസിൽ വെച്ചും നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് അറ്റ് എനി പ്ലേസ്. അത്തരത്തിലുള്ളതാണ് ഇൻഫോർമൽ ഇൻ്റർവ്യൂ. അതായത് ഒരു ഫോർമൽ അറ്റ്മോസ്ഫിയറിലല്ലാതെ കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂ ആണ് ഇൻഫോർമൽ ഇൻ്റർവ്യൂ. ദെൻ തേർഡ് ടൈപ്പ് പാറ്റേൺഡ് ഇൻ്റർവ്യൂ. This type of interview is planned systematically. Various aspects of interview are decided in advance, like the time to be taken for each candidate, type of information collected from candidate, etc. This interview is also called standardized interviews. അപ്പോൾ പാറ്റേൺഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് വേയിൽ പ്ലാൻ ചെയ്ത് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് മുൻകൂട്ടി തീരുമാനിച്ചിരിക്കും. അതായത് ഒരു കാൻഡിഡേറ്റിന് എത്ര സമയം ഇൻ്റർവ്യൂ നടത്തണം, അതായത് ഓരോ കാൻഡിഡേറ്റിനും എത്ര സമയം എടുക്കണം, അതേപോലെ ഏതൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷനാണ് അവരിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത്, അതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് പാറ്റേൺഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇത്തരം ഇൻ്റർവ്യൂസിനെ സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർവ്യൂസ് എന്നുകൂടെ പറയാറുണ്ട്. ദെൻ ഫോർത്ത് ടൈപ്പ് നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ. It is not a planned interview.
The candidates are asked to express their views on general topic. It aims to find out the feelings, desires or problems of candidate. Non-directive interviews എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ഇൻ്റർവ്യൂ അല്ല. കാൻഡിഡേറ്റ്സിനോട് ഏതെങ്കിലും ജനറൽ ടോപ്പിക്കിലുള്ള അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ്സിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് അവരുടെ ഫീലിങ്സ്, ഡിസയേഴ്സ്, അതേപോലെ പ്രോബ്ലംസ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെപ്ത് ഇൻ്റർവ്യൂ ആണ്. ഡെപ്ത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലാൻഡ് ഇൻ്റർവ്യൂ. ദ ക്വസ്റ്റ്യൻസ് ആർ സെലക്റ്റഡ് ബൈ ഇൻ്റർവ്യൂ ബോർഡ് ഇൻ അഡ്വാൻസ്. It is mainly conducted to know the in-depth knowledge of a candidate in a particular subject. ഡെപ്ത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ഇൻ്റർവ്യൂ ആണ്. ക്വസ്റ്റ്യൻസൊക്കെ ഇൻ്റർവ്യൂ ബോർഡ് അഡ്വാൻസ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കും. ഈ ക്വസ്റ്റ്യൻസ്, ഈ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻ്റർവ്യൂ സമയത്ത് കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുന്നത്. ഇത് കാൻഡിഡേറ്റിൻ്റെ ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റിലുള്ള ഡെപ്ത് നോളജ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതാണ് ഡെപ്ത് ഇൻ്റർവ്യൂ. ഓക്കെ, നെക്സ്റ്റ് സ്ട്രെസ് ഇൻ്റർവ്യൂ ആണ്. സ്ട്രെസ് ഇൻ്റർവ്യൂ. This type of interview is conducted to know how a candidate behaves in a particular situation. The members of the interview board purposefully and knowingly create a situation that motivates the candidate to react. Stress interview എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു കാൻഡിഡേറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് അറിയുന്നതിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂ ആണ് സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കേസിൽ ഇൻ്റർവ്യൂ ബോർഡ് അവരൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. പർപ്പസ്ഫുള്ളി ആൻഡ് നോയിങ്ലി ക്രിയേറ്റ് എ സിറ്റുവേഷൻ ദാറ്റ് മോട്ടിവേറ്റ്സ് ദ കാൻഡിഡേറ്റ് ടു റിയാക്ട്. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ അവർ കാൻഡിഡേറ്റിന് മുന്നിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതിനോട് എങ്ങനെയാണ് കാൻഡിഡേറ്റ് റിയാക്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലുള്ള കാൻഡിഡേറ്റിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാനാണ് ഇത്തരം ഇൻ്റർവ്യൂ നടത്തുന്നത്. സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇത് ചില പ്രത്യേക ജോബിലേക്കൊക്കെ, അതായത് ഇമോഷണൽ ബാലൻസ് കീ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്ന ടൈപ്പ് ജോബിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ദെൻ 7th വൺ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആണ്. കാൻഡിഡേറ്റ്സിനെ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അവർക്ക് ഓരോ ഗ്രൂപ്പിനും ഒരു ടോപ്പിക്ക് ഡിസ്കഷന് വേണ്ടി കൊടുത്തുകൊണ്ട് ആ ഡിസ്കഷനിലുള്ള അവരുടെ പാർട്ടിസിപ്പേഷനും അതേപോലെ അതിൻ്റെ പ്രസൻറ്റേഷനും ഇതെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ട് അവരെ റേറ്റ് ചെയ്യുന്ന മെത്തേഡ്, അതാണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. ഈച്ച് ഗ്രൂപ്പ് ഈസ് ഗിവൺ എ ടോപ്പിക് ഫോർ ഡിസ്കഷൻ. The interviewer observes who are leading the discussion, how each candidate is presenting his thought on the topic and the way one reacts. അപ്പോൾ ആ ഡിസ്കഷനിൽ ഓരോ കാൻഡിഡേറ്റും എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഡിസ്കഷനെ ലീഡ് ചെയ്യുന്നു, പർട്ടിക്കുലർ ടോപ്പിക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, ആ പ്രസൻറ്റേഷനെതിരെ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഒബ്സർവ് ചെയ്ത് സെലക്ഷൻ നടത്തുന്നതാണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. ദെൻ 8th ടൈപ്പ് ബോർഡ് ഇൻ്റർവ്യൂസാണ്.
It is the opposite of group interview. There is a panel of interviewers consist of experts in different fields. Each interviewer asks questions to candidate related to his subject. The candidate is selected on the basis of rating done by the panel. ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബോർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഇൻ്റർവ്യൂവേഴ്സിൻ്റെ ഒരു പാനൽ, അവരാണ് ഒരു കാൻഡിഡേറ്റിന് ഇൻ്റർവ്യൂ നടത്തുന്നത്. ആ പാനൽ നടത്തുന്ന റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഓരോ മെമ്പേഴ്സും കാൻഡിഡേറ്റിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അതിന് ഒരു റേറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൻഡിഡേറ്റ്സിന് മാർക്ക് അവാർഡ് ചെയ്യുന്നത്. അതാണ് ബോർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ദെൻ 9th വൺ വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്. വാക്ക് ഇൻ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ദർ വിൽ ബി നോ ഫോർമൽ ആപ്ലിക്കേഷൻ. വേക്കൻസീസ് ആർ അഡ്വർടൈസ്ഡ് ത്രൂ ന്യൂസ് പേപ്പേഴ്സ്. No call letter is sent. Interview is conducted in a place mentioned in the advertisement. ഫോർമൽ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത തരത്തിൽ, അല്ലെങ്കിൽ സ്പെഷ്യൽ കോൾ ലെറ്റേഴ്സ് അയക്കാത്ത ടൈപ്പ് ഇൻ്റർവ്യൂ ആണിത് വാക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇതിൽ വേക്കൻസീസ് ന്യൂസ് പേപ്പേഴ്സിൽ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കൊടുക്കും. ആ അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ പ്ലേസ് ആൻഡ് ടൈം സൂചിപ്പിച്ചിരിക്കും. പിന്നീട് പ്രത്യേക കോൾ ലെറ്റർ ഒന്നും തന്നെ കാൻഡിഡേറ്റ്സിന് അയക്കുന്നില്ല. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. അതാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ. ദെൻ 10th ടൈപ്പ് ക്യാമ്പസ് ഇൻ്റർവ്യൂ ആണ്. ക്യാമ്പസ് ഇൻ്റർവ്യൂ സാധാരണഗതിയിൽ കോളേജ് ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെയാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാറ്. കാൻഡിഡേറ്റ്സിന് ആവശ്യമുള്ള ഓർഗനൈസേഷൻ ഇത്തരം ക്യാമ്പസുകൾ വിസിറ്റ് ചെയ്യുകയും ഒരു പ്രീ ഡിറ്റർമിൻഡ് ഡേറ്റിൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ഈസ് കണ്ടക്റ്റഡ് ഇൻ ക്യാമ്പസ് ഓഫ് കോളേജ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. The organization which require personnel conduct interview at the campus on a predetermined date. Okay, then last type exit interview ആണ്. It is generally conducted at the time when an employee is leaving the organization. Its purpose is to know the feelings of the outgoing employee regarding his job or the institution. നമ്മൾ മുൻപ് പറഞ്ഞ ഇൻ്റർവ്യൂവിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ് എക്സിറ്റ് ഇൻ്റർവ്യൂ. മുൻപ് പറഞ്ഞ ഇൻ്റർവ്യൂ എല്ലാം ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതേസമയം എക്സിറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഔട്ട്ഗോയിങ് എംപ്ലോയിയുടെ ഫീലിംഗ്, ആ പർട്ടിക്കുലർ ജോബിനെ കുറിച്ച് ഓർഗനൈസേഷനെ കുറിച്ച് ഒക്കെ ഉള്ളവരുടെ ഒപ്പീനിയൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്സിറ്റ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രധാനമായിട്ടും 11 തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂസാണ് ഉള്ളത്.